ചെയ്യും. പണി കഴിഞ്ഞിട്ട് ഞാൻ ഗുരുവായൂരുന്നു എറണാകുളത്തും പിറവത്തും നോക്കി ഞാൻ പണി കഴിഞ്ഞ് വരണത്. ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മോൻ്റെ കൈ പിടിച്ചിട്ടിങ്ങനെ വട്ടപൂജം അത് അവൻ അറിഞ്ഞിട്ടില്ല. അപ്പം അവന് ഞാൻ ചതിച്ച പോലെ അവനറിയാണ്ട് ഞാൻ ചെയ്തുല്ലോ. കുടുംബം ഞാൻ ജോലിക്ക് പോകും. അച്ഛനെ നല്ല വണ്ടി ഇടിച്ചു. അപ്പം അച്ഛൻ പോകണുണ്ടായി. ഞാൻ വീട്ടു ജോലിക്ക് പോകും. ഇപ്പം അവിടെ വീട്ടു ജോലിക്ക് ഞാൻ പോയിക്കണത്. മുട്ടുവേദനയെ തുടർന്നിട്ട് കുറേ നാളായിട്ട് മുട്ടുവേദന സഹിക്കുകയാണ്. നിർബന്ധിച്ച് ഇവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് സർജറിക്ക് കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ 2 കണ്ണില്ല. ജെകെ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. മന്ത്രി വീണ ജോർജ് ഇത്രയും തകർത്ത് അഭിനയിച്ചിട്ട് അതും എന്തൊരു നാച്ചുറൽ ആക്ടിംഗ് ആണ് ആൾ കാഴ്ചവെച്ചത്. എന്നിട്ടും അത് കണ്ടുപിടിച്ച് കളഞ്ഞില്ലേ, അത് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത വീഴ്ച തന്നെയാണ്. സോ അത് എന്താ ചെയ്യുക, ഇപ്പം ഇത്രയും സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഇത്രയും ലൈവായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അത് കണ്ടുപിടിച്ച് കളഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പാണെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ വർക്കൗട്ടായേനെ. ഈ ഒരു കാലഘട്ടത്തിൽ ആ ആക്ടിങ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്തൊരു നല്ല കഴിവുള്ള നടിയാണ്. ആളുടെ ഇത്രയും നല്ലൊരു ആക്ടിങ്ങിനെ പ്രശംസിച്ചില്ലെങ്കിലും താഴ്ത്തി കാണരുത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വീണ എടുക്കുമ്പോൾ അവിടെ നിന്ന് കയറി വരാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഇപ്പോൾ ഈ കിട്ടിയ മന്ത്രി വീണ ജോർജ്. 3-4 ദിവസമായിട്ട് ആളെ ഈ വീണ ജോർജിനെതിരായിട്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കംബാക്കിനുള്ള ഒരു വഴി വീണ വെട്ടിക്കൊടുക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പ്ലീസ് ആദ്യം ഇതിൻ്റെ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റ് ഞാൻ പറയാം. ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഇവർ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതും എവിടെയാണ് പാളിപ്പോയതെന്നും നമുക്ക് നോക്കാം. വന്ദേ ഭാരത് ട്രെയിനിൽ കയറാനായിട്ട് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. എന്നാൽ അവിടെ കാത്തു നിന്നത് പ്രതിഷേധക്കാരല്ല, മറിച്ച് അക്രമാസക്തരായ ഒരു കൂട്ടം ആളുകളായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ ദൃക്സാക്ഷികളൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ പോലീസിൻ്റെ സർവ്വ സുരക്ഷാ വലയങ്ങളും ഭേദിച്ചുകൊണ്ട് KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ എരച്ച് കയറണം. പിന്നത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി തന്നെ, അത് തന്നെയാണ് അവിടെ തന്നെ കണ്ടിന്യൂ ഷോട്ട് തന്നെയാണ്. കഴുത്തിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ മന്ത്രിനെ ഒടുവിൽ താങ്ങി പിടിച്ചിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഇവരുടെ തന്നെ അപലപിക്കുന്ന കുറേ സംഗതികൾ, സമാധാനപരമായ പ്രതിഷേധം എന്ന് അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു മന്ത്രിയെ ശാരീരികമായി ഉപദ്രവിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പം തന്നെ സംഭവത്തെ ഹീനമായ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിച്ചു. അതായത് നമ്മുടെ നാട്ടിൽ ആർക്കും ആരെയും ആക്രമിക്കാം എന്നൊരവസ്ഥ വരുന്നത് എത്ര ഭീകരമാണ് എന്നാണ് അവിടെ ചിന്ത വരുന്നത്. ഒരു സ്ത്രീ കൂടിയായ ജനപ്രതിനിധിക്ക് നേരെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് നമ്മുടെ നാടിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേലുള്ള ഒരു കരിനിഴലാണ്. ഇനി ഓരോരുത്തരുടെ വാക്കുകളാണ് ഇതൊക്കെ. ആ സമയത്ത് സ്പീക്കർ AN ഷംസീറും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്നൊരു സാക്ഷീനെ നമുക്ക് കൊണ്ടുവരേണ്ടി വന്നില്ല, അതിനുള്ളിൽ തന്നെ സാക്ഷികളുണ്ട്. അപ്പോൾ അവിടുത്തെ സംഭവത്തിൻ്റെ ഗൗരവം അത്രയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആരോഗ്യ മേഖലയിലെ കുറവുകൾ പരിഹരിക്കാൻ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത്. പക്ഷേ തല്ലി തോൽപ്പിക്കുകയാണോ ഒരു ജനാധിപത്യ രീതി? അതാണോ ഉദ്ദേശിക്കുന്നത്? ഈ ആക്രമണം നേരത്തെ പ്ലാൻ ചെയ്തതാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഇവിടെ ബലപ്പെട്ടു വരികയാണ്. ഇവരുടെ ഒരു സ്ക്രിപ്റ്റ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിയെ ലക്ഷ്യം വെച്ച് ഇത്രയും പേരെ എങ്ങനെ പ്ലാറ്റ്ഫോമിലെത്തി? അടുത്ത ക്വസ്റ്റ്യൻസ്. അത് പോലീസിനുള്ള ചോദ്യചിഹ്നമാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണിതെന്ന് പറയാതെ വയ്യ. സമാധാനപരമായി യാത്ര ചെയ്യേണ്ട ഒരു വ്യക്തിക്ക് നേരെ, അത് മന്ത്രിയായാലും സാധാരണക്കാരായാലും, ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അപ്പം ഇതാണ് ഇവരുടെ ഒരു പ്ലേ ആയിരുന്നത്. ഈ പ്ലാൻ വട്ടത്തിൽ മൂഞ്ചിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിന് കറക്റ്റ് ലൈവായിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇത് മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്.
ഇത്രയും വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ആൾ വരുന്നത്. അപ്പോൾ കരിങ്കൊടി കാണിക്കാൻ അവിടെ ആൾക്കാരുണ്ടാവും എന്ന് ഇവർക്ക് ഓട്ടോമാറ്റിക് അറിയാമെന്ന്. ഇപ്പോൾ ഈ മന്ത്രി വരുമ്പോൾ അവിടെ ഒരു വാഹനം കിടക്കുന്നുണ്ട്, കാണാൻ കഴിയും നിങ്ങൾക്ക്, ശരിക്കും കാണാം. ഞാനൊന്ന് വേഴ്സ് അടിച്ച് കാണിച്ചു തരാം. കണ്ട അതിൻ്റെ ബാക്കിലൊരു എന്താ പറയുക, ഒരു കൈവണ്ടി പോലെ. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ചുറ്റി കാണാൻ വേണ്ടിയിട്ടൊരു ഇലക്ട്രിക് വാഹനം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു വാഹനമാണ്. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതവിടെ ഓൾറെഡി ഉള്ളതാണോ എനിക്കറിയില്ല. അതാ കരിങ്കൊടി കാണിക്കാൻ ഇപ്പോൾ കുറേ ആൾക്കാർ ഓടിയെത്തി. ഓടിയെത്തി. ഇതില് മന്ത്രി എവിടെയാണ് നിൽക്കുന്നത്? മന്ത്രിയുടെ ഒരു അരീത്ത് പോലും അവർ എത്തിയിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അവിടെ നിൽക്കട്ടെ, ഞാൻ ആ ഒരു വീഡിയോ അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. മന്ത്രിയുടെ അരീത്ത് പോലും എത്താത്ത ഒരു വീഡിയോ നോക്കാം. മന്ത്രി അങ്ങോട്ടേക്കാണ് കയറി ചെല്ലുന്നത്. പ്രതിഷേധക്കാരുടെ മുന്നിലോട്ട് ഓടി കയറാണ്. ഓക്കെ, സ്ക്രിപ്റ്റുകള് പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ റിപ്പോർട്ടർമാർ ഇപ്പൊ ഇവര് ഇനി അടുത്തൊരു ഘട്ടം എന്താണ്, എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്നുള്ളൊരു ഒരു ആലോചന തിങ്കിങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മാധ്യമപ്രവർത്തകർ പിന്നാലെ വരുമ്പോൾ ഗിയറൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ആള് തീരുമാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയില് കണ്ടില്ലേ, ആൾക്ക് ഭയങ്കര വേദന, പെയിൻ വന്ന് ഇതിപ്പോ പിണറായി വിജയനെയാണ് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത്. നടന്നു വന്നിട്ട് രണ്ട് വിഭാഗക്കാരും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ടാവും. മിസ്റ്റർ സമരക്കാരാണ് ഇതാണ് ആ വണ്ടി. കണ്ട, ഒരു പെരടി വേദന വന്നപ്പോ മന്ത്രിനെ കൊണ്ടുവന്നത്. നമ്മളൊക്കെയാണ് ഈ പെരടിയിലവിടെ ഒരു ചെറിയ വേദന എന്ന് പറഞ്ഞാൽ ഒരു പെയിൻ കില്ലർ കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. മന്ത്രി ആയതുകൊണ്ട് ആൾക്ക് ഒരു VIP ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ആ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകുന്നത്. പണ്ട് ഈ ഉമ്മൻചാണ്ടി 2013 എന്തോ ആണെന്ന് തോന്നുന്നു, കല്ല് നെഞ്ചത്ത് വന്ന് വീണപ്പോൾ അപ്പോൾ അതിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അന്ന് ഈ പിണറായി വിജയൻ പറഞ്ഞത് ഇയാൾക്ക് ഭയങ്കര തൊലിക്കട്ടിയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മറ്റേ ഷാഫി പറമ്പിലിൻ്റെ കാര്യം ഉണ്ടായത്. ഷാഫി പറമ്പിലിൻ്റെ മൂക്ക് തല്ലി പൊട്ടിച്ചപ്പോൾ ചോര ഏൽപ്പിച്ച് നിൽക്കുന്ന ആ മനുഷ്യനെ നോക്കിയിട്ട് ഇതൊക്കെ വെറും ഷോയല്ലേ എന്ന് ചോദിച്ച കുറേ മാന്യന്മാരുണ്ടായിരുന്നു. പിന്നെ അവരുടെയൊക്കെ സംശയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് പൊട്ടിയ ഫോണിൽ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ശാസ്ത്രീയ വിശകലനമൊക്കെ നടത്തിയ ബുദ്ധിജീവികളാണ് ഇവരൊക്കെ. ഇപ്പോൾ ഇവിടെ മന്ത്രി വീണ ജോർജിന് നേരെ ആക്രമണം നടന്നുവെന്ന് ആരോപണമാണ്. അതിന് കൃത്യമായ തെളിവുകളോ ദൃശ്യങ്ങളോ ഒന്നുമില്ല. കഴുത്തിന് പരിക്കേറ്റെന്ന് പറയുന്ന മന്ത്രി. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. എനിക്ക് നല്ല ജലദോഷമുണ്ട് കേട്ടോ, അതാണ് മൂക്ക് ഇങ്ങനെ അടഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് രാഹുൽ മാങ്കൂട്ടം രാവിലെ ഇട്ട പോസ്റ്റ്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ കുറച്ച് സാധാരണക്കാർ പറയുന്ന എല്ലാ വീഴ്ചകളും ശരിവെക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1. മുദ്രാവാക്യം കഴുത്തിൽ തട്ടി ഗുരുതരമായി കഴുത്തുളുക്കിയ വീണാ മന്ത്രിയെ
കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. 5.5 മണിക്കൂറോളം വീണ മന്ത്രിയെ പരിശോധിച്ചിട്ടും രോഗം കണ്ടെത്താനാകാതെ അവിടെ കിടത്തി. MRI മെഷീൻ പോലും ഇല്ലാത്ത കാരണത്താൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് വിശദമായി പരിശോധിച്ചിട്ടും സംഭവം എന്തോ വലിയ ഗുരുതരമാണ് എന്ന് മനസ്സിലായതല്ലാതെ പരിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് ഭേദമായതുമില്ല. 2 ദിവസം ക്ഷമിച്ച മന്ത്രി ഒടുവിൽ ഇന്ന് ഡിസ്ചാർജ് സമയത്തിന് മുൻപ് വെളുപ്പിന് 4 മണിക്ക് തന്നെ ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നു. മിന്നാരത്തിലെ ശോഭനയ്ക്ക് വന്നതിന് ശേഷം ഇത്രയും ഗുരുതരമായ ഒരവസ്ഥയിലുള്ള വീണ മന്ത്രിക്ക് കഴുത്തിലെ ആ ഗുരുതര പരിക്കുണ്ടായിട്ടും ഒരു എയർ ആംബുലൻസ് പോലും ക്രമീകരിക്കാതെ റോഡിൽ കൂടി 400-ലധികം കിലോമീറ്റർ കാറിൽ തന്നെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നു. സർക്കാർ ആശുപത്രിയിൽ പോയ സാക്ഷാൽ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? വെറുതെയല്ല പൈസയുള്ളവർക്ക് ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകുന്നത്. ഈ അവസാനം പറഞ്ഞത് പിണറായി വിജയനുള്ളൊരു കുത്താണ്. കുറച്ച് ദിവസം മുമ്പാണ് നമ്മുടെ ഉഷയുടെ ഒരു പരാതി നമ്മളെല്ലാവരും കണ്ടത്. അതായത് യൂട്രസിലെ മുഴ നീക്കം ചെയ്യാൻ പോയപ്പോൾ അതിനകത്ത് കത്രിക മറന്നു വെച്ച ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം, അതായത് റീകൗണ്ടിങ്ങിൻ്റെ ഉള്ള സിസ്റ്റം ഹോസ്പിറ്റലിലില്ല എന്നാണ് അതിനുള്ളൊരു മറുപടിയായിട്ട് നമുക്ക് കിട്ടിയത്, ഒരു ആൻസറായിട്ട് കിട്ടിയത്. 5 കൊല്ലമാണ് ആ സ്ത്രീ ആ വയറ്റിലെ കത്രികയും കൊണ്ട് നടന്നത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്. കാണാത്തവർ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എനിക്ക് പറയാനുള്ളത് തൃക്കൂർ സ്വദേശിയായ സനൂപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. കാൽമുട്ടുവേദനയെ തുടർന്നിട്ട് ബൈക്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അത് എന്നേക്കുമായിട്ടുള്ള ഒരു ഇരുട്ടിലോട്ടുള്ള പോക്കായി. തിരിച്ചു വരുമ്പോൾ 2 കണ്ണില്ല. അത് ഹോസ്പിറ്റലിൽ കോറിഡോറിൽ ഇട്ടിട്ടാണ് ഇവരെന്നെ പരിശോധിച്ചിരുന്നത്. അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു അണുബാധയാവാം, ഐ ഡോണ്ട് നോ. 2 ദിവസം കയ്യുമ്മ ഗ്ലൂക്കോസ് കയറ്റാനായിട്ട് സൂചി കുത്തി വെച്ചിട്ട് അവിടെ മുഴുവൻ പഴുത്തു. ഇപ്പുറത്ത് കുത്തി പഴുത്തു. മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. തുടർന്ന് നിർബന്ധിച്ച് ഇവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് സർജറിക്ക് കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ 2 കണ്ണില്ല. എന്താണ് അവസ്ഥ? ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇന്നും ഈ കുടുംബത്തിന് കിട്ടിയിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് കണ്ണെടുത്തത്? എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഇനി ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്? ഇപ്പോൾ ആത്മഹത്യയെ കുറിച്ചിട്ട് ആൾ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരാളല്ലായിരുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കനുണ്ട്. ഭാര്യ കോവിഡ് മൂലം മരണപ്പെട്ടു. പിന്നെ ഇവർക്ക് ഈ ഒരു കുടുംബത്തിന് താങ്ങായിട്ടുണ്ടായിരുന്ന ഒരു അത്താണിയാണ് ഇയാൾ. മുട്ടുവേദനയെ തുടർന്നിട്ട് കുറേ നാളായിട്ട് മുട്ടുവേദന സഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്നും പറഞ്ഞ് പോയതാണ്. ആ പോയ പോക്കാണ് ഇപ്പോൾ ഈ 2 കണ്ണുമില്ലാണ്ട് തിരിച്ചെത്തേണ്ടി വന്നത്. ഇപ്പം ഇവിടുത്തെ ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മുൻഗണന കൊടുക്കാൻ, അതായത് അവരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണെങ്കിൽ അവർ ധൈര്യസമേതം ഇറങ്ങി വന്ന് സംസാരിക്കുക. എന്നിട്ട് അത് ഇന്നത് കാരണം കൊണ്ട് പറ്റിയതാണ് അല്ലെങ്കിൽ ഇന്നതാണ്, അപ്പം അതിന് എന്താണ് അടുത്ത വഴി എന്നുള്ളത് അവർ തീരുമാനിക്കണം. ഇപ്പോൾ അടുത്ത് നെക്സ്റ്റ് എന്താണ് ഇനി ഇവർ ചെയ്യേണ്ടത് അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഉത്തരവാദിത്തപ്പെട്ടവരാരാണെങ്കിലും കുറച്ചെങ്കിലും കണ്ണിച്ചോരയുള്ളവരാണെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. അതിനൊരു നഷ്ടപരിഹാരമാണ് വേണമെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകണം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു മുട്ടുവേദനയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുക, പിന്നെ ആളുടെ കണ്ണെടുത്ത് കളയുക. എന്ത് ലോകമാണത്? അതിനുള്ള ആൻസർ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടുമില്ല. നമ്മുടെ ശരീരത്തിലെ ഒരു സംഭവം എടുത്ത് പോകുമ്പോൾ നമ്മളോട് അതിൻ്റെ വ്യക്തമായ ഒരു കാരണം പറയണ്ടേ? എന്താണ് കാരണം, എന്തിനാണെന്നുള്ളതൊക്കെ. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? അതിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഈ കോറിഡോറിലാണ് ആളെ കിടത്തിയിട്ട് ചികിത്സിച്ചിട്ടുണ്ടായിരുന്നത്. അതവിടെ കിടന്നിട്ട് കുറച്ച് ക്രിട്ടിക്കലായി. കുറച്ച് പണി കഴിഞ്ഞിട്ട് ഞാൻ ഗുരുവായൂരിൽ എറണാകുളത്തും പിറവത്തും നോക്കി ഞാൻ പണി കഴിഞ്ഞ് വരണത്. ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മോൻ്റെ കൈ പിടിച്ചിട്ടിങ്ങനെ വട്ടപൂജം. അത് അവൻ അറിഞ്ഞിട്ടില്ല. അപ്പം അവന് ഞാൻ ചതിച്ച പോലെ അവനറിയാണ്ട് ഞാൻ ചെയ്തുല്ലോ. കുടുംബം ഞാൻ ജോലിക്ക് പോകും. അച്ഛനെ നല്ല വണ്ടി ഇടിച്ചു. അപ്പം അച്ഛൻ പോകണുണ്ടായി.
ഞാൻ വീട്ടു ജോലിക്ക് പോയി. ഇപ്പോൾ അവിടെ വീട്ടു ജോലിക്കാണ് ഞാൻ പോയിക്കണത്. സർജറിക്ക് വേണ്ടിയിട്ട് ബലമായി ഒപ്പിടിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഈ കേരളത്തിലല്ലേ? ഈ ആരോഗ്യമന്ത്രി തന്നെയല്ലേ? എന്തും. പിന്നെ ഈ ഡോക്ടറുടെ ഇതുകളൊക്കെ വേണം, എന്താ വെച്ച് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് മരുന്ന് കിട്ടാനും എല്ലാത്തിനും. അപ്പം അതൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് അമ്മച്ചിയോട് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെയാണെന്നുള്ളത്. ജില്ലാ ആശുപത്രിയിലായിരുന്നു തൃശ്ശൂര്. അപ്പൊ ആ ഫയലിൽ ഒരു ഒപ്പിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. 10 മണിയാകുമ്പോഴേക്കും കൊടുക്കും വേണം. 10 മണിയാകുമ്പോഴേക്കും കൊടുക്കും വേണം. അപ്പൊ ഡോക്ടർ ഒപ്പിയിലായിരുന്നു, ഒരു റൂമിലായിരിക്കണ്ടായിരുന്നു. ഞാൻ കടന്നു ഈ ഫയല് കൊടുത്തപ്പോ വേറൊരു സ്ത്രീ 200 രൂപ കൊടുക്കണം കണ്ടു ഞാൻ, 200 നോട്ട്. അപ്പൊ ഈ ഫയലെടുത്ത് വലിച്ചെറിഞ്ഞു സാറ്. അപ്പൊ ഞാൻ വേഗം പുറത്തേക്ക് കിടന്നു. അവിടെ തന്നെ നഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നഴ്സ് ചോദിച്ചു, എന്തിനാ ചേച്ചി അകത്തേക്ക് കയറാൻ പോയത്? അതല്ല ഫയല് വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് 10 മണിയാകുമ്പോഴേക്ക് ഇത് കൊടുക്കണ്ടേ, എന്നാലല്ലേ എനിക്ക് മരുന്ന് കിട്ടുള്ളൂ മോളെ. അപ്പൊ പിന്നെ ആ നഴ്സ് കുറച്ച് കഴിഞ്ഞപ്പോ താഴ്ത്ത് വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ഫയല് വാങ്ങിച്ച് ഒപ്പിട്ട് തന്നു. അപ്പൊ ഞാൻ ഇത് അടുത്ത് കട്ടിലത്തെ ആൾക്കാരോട് പറഞ്ഞു, ഇങ്ങനെ പൈസ കൊടുക്കണത് കണ്ടുപിടി ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു, നീയും കുറച്ച് പൈസ കൊടുക്കുക, എന്നാലേ അവര് നോക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനും എന്റെ ഭർത്താവും കൂടി വേറെ ഈ ഡോക്ടർ ഒരു ക്ലിനിക്കിൽ ഇരിക്കണ്ടായിരുന്നു, ഒരു സ്കൂളിന്റെ ഭാഗത്ത്. അപ്പൊ ഞാൻ കൊണ്ടുപോയി 1500 രൂപ കൊടുത്തു ഉച്ചക്ക് 2 മണി സമയത്ത്. അപ്പൊ സാറ് പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ചിരിച്ചിട്ട് ചെറുതായി ഒന്ന് ചിരി വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറല്ലേ സാറേ, എന്റെ മോനെ നന്നായി നോക്കണം എന്നിട്ട് വെച്ച് ഇങ്ങോട്ട് പോന്നു. പിന്നെ നോക്കാറുണ്ട് ആ സാറ്, പ്രവീൺ സാറാണ്, കറുത്തട്ട് ഇത്തിരി ഉയരം കുറഞ്ഞിട്ട്. ഡോക്ടർ പ്രവീൺ അതിൻ്റെ ഡോക്ടറുടെ പേര്. അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഒന്ന് പരിഗണിക്കുക. അപ്പം അതുവരെ പരിഗണന ഒന്നുമില്ല നമുക്ക്. അപ്പോൾ ഇവർക്ക് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത് എന്ത് ചാണാപ്പുളിയാണ്? എന്തിട്ടാണ് ഇവർക്ക് ഈ ഗവൺമെൻറ് എന്ത് കുന്ത്രാണ്ടായി കൊടുക്കുന്നത്? പൈസ തന്നെയല്ലേ, ശമ്പളം തന്നെയല്ലേ? ഇവർക്ക് തോന്നിയ പോലെ ഒരു ഗവൺമെൻറ് ജോബ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നിയ പോലെയുള്ള ജീവിതം നയിക്കുക, തോന്നിയ പോലെയുള്ള ആരും ചോദിക്കാനും പറയാനും ഇല്ല. ഗവൺമെൻറ്റിലൊരു ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ അയാളുടെ ഒരു ഭരണമാണ് അവിടെ. ആ ഹോസ്പിറ്റൽ മുഴുവൻ അവൻ്റെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുള്ള പോലെയാണ് അവൻ പിന്നെ അവിടെ നടക്കുക. അതൊരു എന്നിട്ട് പറയുക, ഒരു മേലധികാരത്തിൻ്റെ പവറാണ്, ഒരു പവർ. അതായത് എന്ത് തെമ്മാടിത്തരം, എന്ത് തെണ്ടിത്തരം, എന്ത് ചേറ്റത്തരം ചെയ്താലും ഇവന്മാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു പവർ. എന്താണ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 6 മാസം സസ്പെൻഷൻ. അത് കടലാസിലുണ്ടാവും, പക്ഷെ ആൾ 2 മാസം കഴിയുമ്പോൾ വീണ്ടും ഡ്യൂട്ടിയിലൊക്കെ ഉണ്ടാവും. അപ്പം ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. 200 രൂപ കൊടുക്കണം കണ്ടിട്ട് മാത്രമല്ല, ഇവരുടെ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട്, ഇവരുടെ ആ സംഭവം ഡോക്ടറുടെ അടുത്ത് കൊടുത്തപ്പോൾ അയാളത് വലിച്ചെറിഞ്ഞപ്പോഴാണ് ഇവർ ആ പൈസ അതിനകത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ നമ്മളിപ്പോൾ ഈ ലൈസൻസ് ഒക്കെ ചെക്ക് ചെയ്യണതിൻ്റെ ഉള്ളിൽ, ഈ ലൈസൻസിൻ്റെ ഉള്ളിൽ നമ്മൾ പൈസ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെക്കിങ്ങിന് നിൽക്കുമ്പോഴേ, അപ്പോൾ ഈ RT ഓഫീസിലൊക്കെ പൈസ മേടിച്ചിട്ട് പെട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്നും നോക്കില്ല, സീലടിച്ചു വിടുക. കണ്ണിക്കാലിക്ക് വേദന, മുട്ടിൽ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മോനെ. അല്ലാണ്ട് എൻ്റെ മോൻ ഒരു രോഗം ഉണ്ടായിരുന്നില്ല. ദിവസവും ജോലിക്ക് പോണ കുട്ടിയാണ്. ഞായറാഴ്ച അടക്കം എൻ്റെ മോൻ ജോലിക്ക് പോകും. എന്നിട്ടല്ലേ കുടുംബം നോക്കാറ്. ഞാൻ ഈ വീട്ടുപണിക്ക് പോയി എനിക്ക് എന്ത് കിട്ടും സാറേ? എൻ്റെ വിധി ഒരാൾക്കും വരരുത്. സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ആരെങ്കിലും കയറി വരുമ്പോ എൻ്റെ മോനെ ആരാ അമ്മ, ആരാ വരണേ എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ഉള്ളൊക്കെ കിടുങ്ങി പോവും സാറേ. അത് അനുഭവിക്കണവർക്ക് ആ വേദന അറിയുള്ളൂ. ഞാൻ ജോലിക്ക് പോകുമ്പോ എനിക്ക് സങ്കടാ. എൻ്റെ മോനിന് എന്താവോ വരുന്നത് വരെ സമാധാനം ഉണ്ടാവില്ല. അകത്തേക്ക് ആരെങ്കിലും കയറി വരുമോ, എൻ്റെ മോനെ എന്തെങ്കിലും സംഭവിക്കാവോ, ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ ചവിട്ടാവോ, അങ്ങനെ ഒരു പേടിയിലാണ് ഞാൻ പോവുക. എന്നാലും വേഗം ജോലി കഴിഞ്ഞ് ഓടി വരും ഞാൻ. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം പോണത്. ഇപ്പോൾ അച്ഛനിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റണില്ല, ചെറിയ കുട്ടീനെ പഠിപ്പിക്കാൻ വിട്ടിട്ട് ഞാൻ പോകും. ആ അമ്മ ജോലി ചെയ്തിട്ടാണ് അച്ഛനെയും മോനെയും നോക്കുന്നത്. എന്താ ചെയ്യാലേ? അതും അത്രയും നാളും കണ്ണുണ്ടായിരുന്ന ഒരാൾ
പെട്ടെന്ന് തന്നെ കണ്ണില്ലാണ്ടാവുമ്പോൾ ഉള്ള അവസ്ഥ അത് നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് കണ്ണില്ലാണ്ടാവുമ്പോൾ ആരാ വരണേ നമുക്കപ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളൊന്നും പെടയും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ അമ്മച്ചി പറഞ്ഞത്. ഇനി ഇതിന് ശേഷം ഇപ്പോൾ കണ്ണ് നീക്കം ചെയ്തതിന് ശേഷം ഡോക്ടറെ അടുത്ത് പരാതി പറഞ്ഞു എന്നുള്ള കാര്യമാണ് ഇനി സംസാരിക്കുന്നത്. പിന്നെ മെമ്പർ ഒക്കെ പോയി പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വാർഡ് മെമ്പർ പോയിണ്ടായിരുന്നു, ഞങ്ങളുടെ അച്ഛനൊക്കെ കൂടിയിട്ട്. അവരതിനൊന്നും അപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഒരു രേഖയും വന്നില്ല. എന്നിട്ട് അവർ പരാതി മാറ്റി വെച്ചിട്ടുണ്ടാവും. വേണമെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോവും. എൻ്റെ ജോലി കളഞ്ഞിട്ട് ഞാൻ പോവും. പിന്നെ ഒരു ഇതും അറിഞ്ഞില്ല, ആരും അന്വേഷണത്തിനും വന്നില്ല. പിന്നെ എനിക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല സാറേ, ഞാൻ പോയിട്ട് വേണമല്ലോ. അപ്പൊ പിന്നെ അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാറില്ല. നിലത്ത് കിടക്കുന്ന ട്രിപ്പ് ഇട്ടിട്ടേ അപ്പൊ സൂചി ഓട്ടോമാറ്റിക്കായിട്ട് ഊരിപ്പോയി. ഓട്ടോമാറ്റിക്കല്ലേ അഴിഞ്ഞു പോകുമ്പോ പറഞ്ഞു നഴ്സുമാരെടുത്ത് ഊരി തരാൻ പറഞ്ഞു. ചെറിയ കടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഊരി തന്നില്ല. 3-4 വട്ടമൊക്കെയും പോയി അവരുടെ അടുത്തേക്ക്, ഊരിയില്ലേ. അപ്പൊ നിലത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ സൂചി തന്നെ ഊരിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ കഴിയുമ്പോൾ ട്രിപ്പ് ഇട്ടു. എന്നിട്ട് ഗ്ലൂക്കോസൊക്കെയും കയറ്റി. അപ്പോഴേക്കും ബെഡ് കിട്ടി. ഒരു 2 ദിവസം നിലത്ത് കിടന്നു. 3-4 ദിവസം 2 ദിവസം ബെഡിലും കിടന്നു. പിന്നെ ആകെ നീര് വന്ന് കയ്യുമ്മത് കൂടെ ഒരു ചെറിയൊരു പാടുണ്ടായിരുന്നു. ആ പാട് കറുത്തിട്ട് പിന്നെ എൻ്റെ ബോധം പോയി. പിന്നെ ഞാൻ ICUവിലെ ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ പറയണത് മാത്രമേ കേൾക്കാണ്ടായുള്ളൂ. ICUവിൽ കിടക്കണ്ടായിരുന്നു. പിന്നെ ഫുള്ളായിട്ട് ബോധം പോയി. പിന്നെ ആ കണ്ണെടുക്കുന്ന ടൈമിൽ സ്ട്രക്ചറിൽ തള്ളി കൊണ്ടുപോകണമെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവർ കുത്തണതും ഓർമ്മയുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് ബൈക്കിൽ ഹോസ്പിറ്റലിൽ പോയൊരു വ്യക്തി, ആ വ്യക്തി തിരിച്ച് 2 ദിവസം തറയിൽ കിടക്കുന്നു. അതിനുശേഷം ആളെ കുത്തിയിട്ടുണ്ടായിരുന്ന സൂചി കുത്തിയിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് വല്ലാതെ വീർത്ത് വരുന്നു. അതിനുശേഷം ആൾക്ക് ബെഡ് കിട്ടി, ബെഡിലോട്ട് മാറുന്നു. പിന്നെ ആൾക്ക് ബോധം വരുമ്പോൾ ICUവിലേക്ക് പോവാണ്, ഓപ്പറേഷന് പോവാണ്. പിന്നെ ഓപ്പറേഷൻ്റെ ഇടയിൽ എപ്പോഴും കണ്ണ് എടുത്തു മാറ്റുന്ന സമയത്ത് ബോധം വരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ആളുടെ കാഴ്ച പൂർണ്ണമായും കളയുന്നു. അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ അതിനകത്ത് നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് മൂലം നീക്കം ചെയ്തു എന്നാണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല. 2 ദിവസം ഹോസ്പിറ്റലിലെത്തി, 3-ാം ദിവസം കണ്ണ് നീക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം ഹോസ്പിറ്റലിലെത്തി പിന്നെ കണ്ണ് നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ എന്ത് മെനക്കെട്ട ഡോക്ടർമാരും എന്ത് മെനക്കെട്ട സർവീസുമാണ് ഇവിടുത്തെ. ഒരാളുടെ കണ്ണെടുക്കുമ്പോൾ ആൾക്ക് അതിനൊരു വ്യക്തമായൊരു ഇത് കൊടുക്കണ്ടേ, ക്ലാരിഫിക്കേഷൻ കൊടുക്കണ്ട. അവരുടെ ശരീരത്തിലത്തെ ഒരു പാർട്ട്, മെയിൻ പാർട്ടാണ്, നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ പാർട്ടാണ് ആ സാധനം. ജന്മന ബ്ലൈൻഡ് ആയിട്ടുള്ള ആളല്ലല്ലോ. അപ്പോൾ ഇനി അതുമായി പൊരുത്തപ്പെടാനുണ്ടാകുന്ന സമയങ്ങളും കാര്യങ്ങളൊക്കെ എത്ര വേണ്ടി വരും? വെറുതെ ഒരു ഫംഗസ് മൂലമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അത് പേപ്പറിലായാലും എന്തിലായാലും ഇവർക്ക് അത് അറിയാനുള്ള അവകാശമുള്ളതല്ലേ. ആളെന്നെ പറയുന്നു, ആൾക്കെന്നെ മനസ്സിലാവാത്ത രീതിയിൽ ആളെന്തൊരു നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചതാണെന്ന്. എന്തുകൊണ്ട് ഇതുപോലെയുള്ളൊരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ്. ഒരു അധികാരപ്പെട്ട ഒരാൾ പോലും ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഇവരെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നില്ല. എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ പിഴവ് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷനെങ്കിലും കൊടുക്കണ്ടേ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണുണ്ടോ? ഇപ്പം കണ്ണ് നീക്കം ചെയ്തതിന് ശേഷം മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് മറ്റേത് പറഞ്ഞത്. പൈസ 1500 രൂപ കൊടുത്തപ്പോൾ അയാൾ അത് ഒപ്പിട്ട് കൊടുത്തു, സൗജന്യമായിട്ട് മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. മന്ത്രി വീണ ജോർജിന് പെടലിക്കൊരു ചെറിയ സംഭവം പറ്റിയപ്പോൾ എങ്ങോട്ടൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണല്ലേ അവരെന്നെ ശുശ്രൂഷിക്കുന്നത്, അതും ഇല്ലാത്തൊരു വേദനയ്ക്ക്. എന്താണ് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരായി പോയല്ലോ നമ്മുടെ രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ നമ്മളെ
നാട് നന്നാക്കാൻ നടക്കുന്നവർ മറ്റുള്ള പാർട്ടീനും പഴിച്ചിട്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് നടക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികൾ. മനുഷ്യ സേവനം ജനനന്മയ്ക്കും വേണ്ടിയിട്ട് ഇവിടെ ഏത് പാർട്ടിയാണ്, ഏത് പാർട്ടിയോടാണ് പോയി പറയേണ്ടത്? ഒന്ന് പറയാൻ സാധിക്കുമോ? ഇതൊക്കെ ആരോടാണ് പോയിട്ട് പറയുക? ഇവരെ പോലെയുള്ള ഇപ്പോൾ ആ ഒരു സ്ത്രീ വേണം ആ ഒരു കുടുംബത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പോകാനായിട്ട്, അല്ലെങ്കിൽ ഈ കേസിൻ്റെ കാര്യങ്ങൾക്ക് പോകാനായാലും, ഇപ്പം ഇതിനൊരു സൊല്യൂഷനായി പോകാനായാലും. അപ്പോൾ ആ അമ്മച്ചി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട് പട്ടിണിയാവും അല്ലേ? അപ്പോൾ ആ അമ്മച്ചിക്ക് ഇതിൻ്റെ പിന്നാലെ നടക്കാനുള്ള സമയമില്ല. രാവിലെ പണിക്ക് പോകണം, വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു. ആ വീട്ടിലേക്ക് വരുന്നത് വരെ ആ അമ്മച്ചിക്ക് ആദ്യമാണ്. മകന് കാഴ്ചയില്ല, ജന്തുക്കളുണ്ടാവാം, ആരെങ്കിലും വീട്ടിലേക്ക് കയറി വരാം, അങ്ങനെ 100 പ്രശ്നങ്ങൾ 100. പിന്നെ മൊത്തത്തിൽ മനസ്സ് മരവിച്ച് തകർന്നിരിക്കുകയാണ്. ഭാര്യ കോവിഡ് മൂലം മരിച്ചു, പിന്നെ ഒരു കുട്ടിയാണുള്ളത്, പിന്നെ ആൾക്ക് കണ്ണ് ഇങ്ങനെയായി. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വിഷാദം ഉള്ളിലുണ്ടാവും, ഡിപ്രഷനിലാണ് ആൾ. അപ്പോൾ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് മുതിരില്ലേ നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പേടിയും ആ അമ്മച്ചിക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് സൊല്യൂഷനാണ് ഇതിനകത്ത് കണ്ടെത്താൻ സാധിക്കുക? ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ പറ്റുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇതൊരു വാർത്തയായിട്ടുള്ളൊരു കേസാണല്ലോ. ഇത്രയും അധികാരപ്പെട്ട ആൾക്കാരൊക്കെ ഈ തലപ്പത്തിരിക്കണവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഈ സംഭവം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കേട്ടിട്ടുള്ളവർ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അവർക്ക് കൊടുക്കുക. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഉഷയുടെ കേസ് 2-3 ദിവസം മുമ്പ് നടന്നത്, നഷ്ടപരിഹാരം കൊടുത്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതൊന്നും വെച്ചിട്ടിരിക്കേണ്ട എന്താ പറയുക സംഭവങ്ങളല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുമ്പോൾ അമേരിക്കയിലോട്ട് പോകുന്നുണ്ട്. ആരുടെ കാശ് എടുത്തിട്ട് ഈ അമേരിക്കയിലേക്ക് പോകുന്നു? ഈ ദുരിതാശ്വാസ ഫണ്ട് എന്നും പറഞ്ഞിട്ട് കുറേ കിടന്ന് നടക്കണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫണ്ടിൽ നിന്നായാലും കുറച്ച് പൈസ എടുത്തിട്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർ ഇവർക്കൊന്നും വേറെ വഴിയില്ലാണ്ടാണ് ഇവർ ഈ നെഞ്ഞത്തടിച്ച് ചാനലിലൊക്കെ വന്നിരിക്കുന്നത്. അല്ലാതെ ഇവർക്ക് വേറെ പണിയില്ലാണ്ടല്ല, ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ ഒന്നിനും വേണ്ടിയിട്ട് വന്നിരിക്കണതല്ല ഈ ചാനലിൽ. ഇവർക്ക് വേറെ വഴിയില്ല, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്. വെറുതെ അങ്ങോട്ട് ഒരു കാലുവേദന വന്നെന്നും പറഞ്ഞ് മുട്ടുവേദന വന്നെന്നും പറഞ്ഞിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി എടുത്ത് കളയുക, അല്ലെങ്കിൽ കണ്ണെടുത്ത് കളയുകയാണ് 2 കണ്ണും. എന്നിട്ട് എന്ത് ഫംഗസ് വന്നു? എന്ത് ഫംഗസ്? ഇത് പൂപ്പൽ പിടിച്ചതാ? എന്തായാലും ഇത് ഹോസ്പിറ്റലുകാർ വന്നിട്ടുള്ള മിസ്റ്റേക്കാണെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എഴുത്തും വായന അറിയാത്ത ആൾക്കാരെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ സുഖമാണ് ഓരോന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആ അമ്മച്ചി വായിച്ച് നോക്കിയിട്ടാണോ എൻ്റെ മോൻ്റെ 2 കണ്ണും നീക്കം ചെയ്യാൻ എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളതെന്ന് ആ അമ്മച്ചിക്ക് അറിയില്ല. അറിയണ്ടെന്ന് വെച്ച് ഞാൻ നിർബന്ധിച്ച് അത് ഒപ്പിടിപ്പിക്കില്ല. അപ്പം നിങ്ങൾ ഈ എഴുത്തും വായന അറിയാത്ത ഈ സാധാരണക്കാരെ വെച്ചിട്ട് നല്ല കളി കളിക്കുന്നുണ്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നഴ്സുമാരും. നിങ്ങൾ ബന്ധപ്പെട്ടവരാരാണെങ്കിലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തേ ചിന്തയാവുള്ളൂ. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.